തൃശൂർ കോർപ്പറേഷൻ മുൻ മേയർ എം കെ വർഗീസ് വീണ്ടും കോൺഗ്രസിലേക്ക് തറവാട്ടിലേക്ക് മടങ്ങുന്നു. അത് പെട്ടെന്നെടുത്തുള്ള തീരുമാനമാണെന്ന് കുറേ നാളായി മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയല്ല, പെട്ടെന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമല്ല. കാരണം ഞാൻ മേയറായതിനു ശേഷം അവിടെ നിന്ന് പോയതിനു ശേഷം ഞാൻ പറഞ്ഞിരുന്നു ഞാൻ 3 മാസം റെസ്റ്റ് 3 മാസം പൂർത്തീകരിച്ചു. എൻ്റെ നയം ഞാൻ വ്യക്തമാക്കുന്നു. കാരണം ഞാൻ എൻ്റെ ഗർവാപ്പസിയാണ്. കാരണം വെച്ചാൽ എൻ്റെ തറവാട്ടിലേക്ക് മടങ്ങുന്നു. ഒരു 3 മാസത്തെ സമയം ഇടവേള ചോദിച്ചത് ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നോ? അല്ല, എനിക്ക് ചില ആഗ്രഹങ്ങളുണ്ടായിരുന്നു, എൻ്റെ ചില കാര്യങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൂർത്തീകരിച്ച് പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാമെന്ന് തീരുമാനിച്ചു. ഒരു 5 വർഷക്കാലം കോർപ്പറേഷനിൽ കടുത്ത പോരാട്ടമായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രാജൻ പല്ലൻ പ്രതിപക്ഷ നേതാവായിരുന്ന വലിയ പോരാട്ടം നടന്ന് ഇപ്പോൾ വീണ്ടും അങ്ങോട്ട് തന്നെ വരുന്നത് അവിടെ നിന്ന് ആവശ്യപ്പെടുകയായിരുന്നോ സ്വയം തീരുമാനിച്ചു പോകുന്നു? അല്ല, ഈ രാജൻ പല്ലൻ ഞാനും മേയറും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവുമായിരിക്കുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ധർമ്മം രാജൻ പല്ലൻ ചെയ്തു. മേയർ എന്ന നിലയ്ക്ക് ഞാൻ ചെയ്യേണ്ടതായ ധർമ്മം ഞാനും ചെയ്തു. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ സ്നേഹത്തിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. പക്ഷേ രാജൻ പല്ലന് ഇപ്പോൾ ഒരു അവസരം കിട്ടിയിരിക്കും. അവൻ്റെ സമയം നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ ജയിക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുമുണ്ട്. ജനങ്ങളുടെ ഇപ്പോഴത്തെ പൾസ് അനുസരിച്ച് രാജൻ പല്ലൻ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ കണക്ക്. കോൺഗ്രസിലേക്ക് വിളിക്കുകയായിരുന്നു. ആരാണ് വിളിച്ചത്? അല്ല, എന്നെ ബന്ധപ്പെടുക വെച്ചാൽ രാജൻ പല്ലൻ വീട്ടിലേക്ക് വന്നു. എന്നോട് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോകണം, കാരണം എനിക്ക് താങ്കളുടെ സേവനം വേണം. അപ്പോൾ ഞാൻ ഓക്കെ, ഐ എം റെഡി ടു കം. ഞാൻ ഇതൊന്നും ഒരു ഒബ്ജക്ഷൻ ഇല്ല. കാരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വീട്ടു തർക്കമൊന്നുമില്ലല്ലോ. ഇത് രാഷ്ട്രീയമായിട്ട് അന്നുണ്ടായിരുന്നതും ഇന്നുണ്ടായിരുന്നതും തമ്മിൽ ഒരുമിച്ച് പോകാമല്ലോ. നിരന്തര ശത്രുക്കളോ നിരന്തരമായ മിത്രങ്ങളോ ഇല്ലാത്ത ഒരു സബ്ജക്റ്റാണ് രാഷ്ട്രീയം. അതിന് ഞങ്ങൾ തൃശ്ശൂർ ഈ പ്രാവശ്യം UDF അധികാരത്തിൽ വരും. സംസ്ഥാനത്തിൽ അത് UDF അധികാരത്തിൽ വരാനാണ് സാധ്യത. ഇവിടെ രാജൻ പല്ലൻ ജയിക്കും 100%. എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടായിരുന്നു അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ചു പോകും? ഒരു ഡിമാൻഡും നമുക്കില്ല. നമ്മൾ നിരുപാധികം എൻ്റെ തറവാട്ടിലേക്ക് മടങ്ങി, എൻ്റെ വീടല്ലേ, വീട്ടിലേക്ക് മടങ്ങി പോകാൻ എനിക്ക് അതൊന്നും തരണ്ട, വീടിനകത്ത് ഒന്നും തരണ്ട. അപ്പോൾ നിരുപാധികം തറവാട്ടിലേക്ക് മടങ്ങുകയാണ് എന്നാണ് MK വർഗീസ് പറയുന്നത്. തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി രാജൻ പല്ലന് വേണ്ടി ഒപ്പം തന്നെ പ്രവർത്തിക്കുമെന്നും MK വർഗീസ് പറയുന്നു. TCക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ.